തൊടുപുഴയിൽ ബിജു ജോസഫിന്റെ മരണകാരണം തലച്ചോറിനേറ്റ ക്ഷതം മൂലമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരിക രക്തസ്രാവം ഉണ്ടായി. വലത് കൈയിലെ മുറിവ് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന് പോലീസ്. ഒന്നാം പ്രതി ജോമോനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് നാളെ അപേക്ഷ സമർപ്പിക്കും. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുന്നുണ്ട്. ആൽവിൻ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. ബിജു ജോസഫിന്റെ മരണകാരണം കൃത്യമായി എന്താണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്? ആൽവിൻ, പോസ്റ്റ്മോർട്ടം സംബന്ധിച്ചുള്ള പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിക്രൂരമായ മർദ്ദനം ബിജുവിനെ ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതിൽ തെളിവാകുന്നത്. കാര്യം തലച്ചോറിനേറ്റ ക്ഷതം ആണ്, അതുതന്നെയാണ് മരണകാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പം മുമ്പാണ് പൂർത്തിയായത്. തലച്ചോറിനേറ്റ ക്ഷതവും അതോടൊപ്പം തന്നെ ആന്തരിക അവയവങ്ങളിലുണ്ടായ രക്തസ്രാവവുമാണ് ഈ മരണകാരണം എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബിജുവിൻ്റെ വലത്തെ കയ്യിൽ വലിയൊരു മുറിവുണ്ട്. അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തണം എന്നും പോലീസ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിച്ചിട്ടുണ്ട്. ഇന്ന് തൊടുപുഴയിലേക്ക് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഉള്ളത് കലയന്താനി എന്ന സ്ഥലത്താണ്. കലയന്താനിയിലെ ഈ തെളിവെടുപ്പ് നടക്കുകയാണ്. തെളിവെടുപ്പിൽ ഈ രണ്ട് പ്രതികളെയും എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ജോമിൻ അതോടൊപ്പം തന്നെ മുഹമ്മദ് അസ്ലം രണ്ടുപേരെയാണ് ഇവിടെ എത്തിച്ച് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത് പോലീസ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇയാളാണ് മുഹമ്മദ് അസ്ലം. കൊട്ടേഷൻ സംഘത്തിലെ ഒരു പ്രധാനി കൂടിയാണ് ഇയാളാണ് ഇപ്പോൾ ഈ കൊലപാതകം നടത്തിയ ശേഷം ഇവിടെ കൊണ്ടുവരികയും ഇവിടെ ബിജുവിൻ്റെ ശരീരം കൊണ്ടുവന്ന് മാൻഹോളിനുള്ളിൽ ആക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനെ ഉപയോഗിച്ച ഒരു കമ്പി ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ മാൻഹോളിനുള്ളിലേക്ക് ഈ മൃതദേഹം തള്ളുകയായിരുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് മാറുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. ഈ ഇരുവരെയും സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. ഇത് ഒരു പഴയ കാറ്ററിംഗ് ഗോഡൗൺ ആണ്. കാറ്ററിംഗ് സർവീസ് നടത്തിയിരുന്ന ആളുടെ ഗോഡൗൺ ആണ്. അത് ജോമോൻ്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന ഗോഡൗൺ ആണ്. ജോമോനെ ഇന്ന് രാവിലെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് ജോമോനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നാളെ കസ്റ്റഡി അപേക്ഷ വീണ്ടും പോലീസ് നൽകുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ട ആവശ്യങ്ങൾക്കാണ് കസ്റ്റഡി അപേക്ഷ നൽകുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ 2 പ്രതികളെ കൂടാതെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെ ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയ ശേഷം മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതുകൂടാതെ മറ്റൊരു പ്രതിയുണ്ട്. എറണാകുളത്ത് റിമാൻഡിൽ കഴിയുന്ന ഒരു കാപ്പ കേസ് പ്രതിയുണ്ട്. അയാളെ കൂടി കൂടുതൽ കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ട നടപടികളുമായി മുന്നോട്ട് പോലീസ് പോകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ബിജു ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ക്രൂരമായ മർദ്ദനം ബിജു ജോസഫ് ഏറ്റിരുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ലഭിക്കുന്നത്.